ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ മെയ് 20, 2025 മെയ് 20-ന് ഞാൻ ഡാർജിലിങ്ങിൽ പോയിട്ട് ബാംഗ്ലൂർ എയർപോർട്ട് വഴിയായിരുന്നു തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു പ്രായമുള്ള കുറേ പേരുണ്ട്. അതിൽ ഒരാൾ വളരെ ഒരു 78 വയസ്സ് പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ തൊട്ട് മുന്നിൽ എസ്കലേറ്റർ ഇങ്ങനെ പോവുകയായിരുന്നു. തൊട്ട് മുന്നിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൻ്റെ വള്ളിയെ കുരുങ്ങിൻ്റെ പുള്ളി പെട്ടെന്ന് തലകുത്തി എസ്കലേറ്ററിന് താഴേക്ക് വീണു. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ബാഗുണ്ട്, ഒരു കൈ മാത്രമായിരുന്നു ഞാൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്നുള്ള റിഫ്ലക്സ് നമ്മൾ ആരായാലും കയറി പിടിക്കും. പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കയറി പിടിച്ചു. പക്ഷേ പുള്ളി തലകുത്തി എൻ്റെ ഈ കൈയുടെ ഈ തോളിൻ്റെ ഈ ഭാഗത്തേക്കാണ് വീണത്. അങ്ങനെ കൈ അങ്ങ് തിരിഞ്ഞുപോയി. ഭാഗ്യവശാൽ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിനെ ഞാൻ വളരെ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യിച്ചു. എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല. പക്ഷേ അദ്ദേഹത്തെ ലാൻഡ് ചെയ്തതിന് ശേഷം കൈ ഉയർത്താൻ നോക്കുമ്പോൾ കൈ പൊങ്ങുന്നില്ല. അപ്പോൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് അവർ മെഡിക്കൽ ടീമൊക്കെ വന്നു. നോക്കിയപ്പം കൈ പൂർണ്ണമായിട്ടും ചലനശേഷി ഇല്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു. അവർ പിന്നെ ഫസ്റ്റ് എയ്ഡൊക്കെ തന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നു, തിരിച്ച് കയറി പോന്നു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു. അവിടുത്തെ ചില പ്രമുഖരായിട്ടുള്ള ഓർത്തോപീഡിക് സർജന്മാരെയൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ കൈയുടെ എന്താ പറയുക, ഈ ടെൻഡൻ പൂർണ്ണമായിട്ട് പൊട്ടുകയും മസിൽ റിട്രാക്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ചലനശേഷി കിട്ടാൻ പാടാണ്. അത് തോള് മാറ്റിവെക്കുക മാത്രമേ ഉള്ളൂ ഒരു പ്രതിവിധി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ വലിയ സങ്കടത്തിലായി. പിന്നെ എൻ്റെ ഒരു സുഹൃത്തും ഒരു ബന്ധുവായ ഒരാൾ എറണാകുളത്ത് വന്നു. അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു UK എന്നൊരു ഡോക്ടർ വരുന്നുണ്ട്, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, ഷോൾഡർ സർജനാണ്. ഷോൾഡർ മാത്രം സർജറി ചെയ്യുന്ന 30 വർഷത്തോളം UK എക്സ്പീരിയൻസ് ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടർ എറണാകുളത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തെ കാണിക്കും. അദ്ദേഹം ഡിസ്കസ് ചെയ്തപ്പോൾ റിസ്ക് ഉള്ളതാണ്. കാരണം പരിപൂർണമായിട്ടും ഈ മസിലൊക്കെ റിട്രാക്ട് ചെയ്ത് പോയി. പിന്നെ ഏജ് ഇത്രയായി, ടെൻഡൻ പൂർണ്ണമായിട്ടും പൊട്ടിപ്പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യാൻ ശ്രമിക്കാം. അത് ചെയ്തതിന് ശേഷം മാത്രമേ എന്തുമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ. എങ്കിലും പുള്ളി റിസ്ക് എടുത്തത് ചെയ്തു. ഭാഗ്യവശാൽ അത് ശരിയായി. ആ സർജറി സക്സസ് ആയിരുന്നു. പക്ഷേ സർജറിക്ക് ശേഷം സർജറിയോട് മാത്രമല്ല, അതിൻ്റെ റിഹാബിലിറ്റേഷൻ പ്രോസസ്സുണ്ട്. ഇപ്പോൾ 1 വർഷമായിട്ട് റിഹാബിലിറ്റേഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നു. ഫിസിയോതെറാപ്പിയൊക്കെ അന്ന് മുതൽ ചെയ്യുകയാണ്. ഇപ്പോഴൊരു 70% മൂവ്മെൻറ്റ് സാധ്യമായിട്ടുണ്ട് ഇപ്പോഴും. ഇപ്പോൾ നേരത്തെ ഒട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 70% ചലനം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് നമ്മൾ ഒരിക്കലും ഏറ്റവും വിലമതി ആർക്കും ചെയ്യാൻ കഴിയുവിടുത്തെ വിദഗ്ധരായിട്ടുള്ള പല ഡോക്ടർമാരും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സർജറി അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് ഡോക്ടർ പ്രതാപ് കുമാർ എന്നാണ്. ഡോക്ടർ പ്രതാപ് കുമാർ എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലാണ് പുള്ളി ഇപ്പം ജോലി ചെയ്യുന്നത്. അവിടെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം ചലനരഹിതമായ ഒരു ജീവിതത്തിലേക്ക് ഉള്ള ഒരു പോക്കിനെ അദ്ദേഹം പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരാളെ സഹായിക്കാൻ പോയി അദ്ദേഹം സഹായിച്ചെന്നുള്ള സംതൃപ്തിയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ അതിൻ്റെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള യാതനകൾ, 1 വർഷം കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ചെലവുകൾ, പിന്നെ ജീവിതത്തിൻ്റെ നിന്ന് ഒരു വർഷം കീറിക്കളഞ്ഞതുപോലെയാണ്. ഒരു ഏട് കീറിക്കളഞ്ഞതുപോലെയാണ്. ഒന്നിനും കാര്യമായ എൻ്റെ വ്യായാമ പരിപാടികളൊക്കെ നിന്ന് പോയി, ആരോഗ്യം മോശമായി. ഇതൊക്കെ എൻ്റെ ഭാഗമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യാൻ പഠിക്കാനുള്ള അവസരം കൂടിയായിട്ട് ഞാനതിനെ എടുക്കുന്നു, പോസിറ്റീവായിട്ട് എടുക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ചികിത്സയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തുടരുന്നു. പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കുമെന്നാണ് ഡോക്ടർ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും പുള്ളി വാഗ്ദാനം ചെയ്തിരുന്നത്. 2 മാസം ഒരിക്കൽ റിവ്യൂ ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ എന്താ കാർ അപകടമാണോ ഉണ്ടായത്, ബൈക്ക് അപകടമാണെന്ന് ആദ്യം ചോദിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണതാണോ. പക്ഷേ ഇത്തരത്തിലൊരു അപകട സാധ്യത പലരും ബോധവാന്മാരല്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ നോക്കുന്ന എസ്കലേറ്ററിലൂടെ പോകുന്ന നിഷ്കളങ്കമായിട്ട് ഒരു അപകടമില്ലാത്ത ഒരു യാത്രയായിട്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാറുള്ളതിനെക്കുറിച്ച്. പക്ഷേ അതിലും അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. പെട്ടെന്ന് ഈ എസ്കലേറ്റർ പോകുമ്പോഴേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, പലരും ഒരു കയ്യിൽ ബാഗ് കാണും, മറ്റേ കയ്യിൽ മൊബൈൽ ഫോണായിരിക്കും. ഇത് സംസാരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ എസ്കലേറ്റർ കയറുന്നത്. ഒരാൾ ഏതെങ്കിലും കാരണവശാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് കാല് തന്നെ വീണാൽ ഈ നിൽക്കുന്ന വ്യക്തിയെ പിടിക്കാൻ സാധിക്കില്ല.
അത് വീഴുമ്പോൾ ഈ പറഞ്ഞ ആളിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീണ് ആ ബാക്കിൽ നിൽക്കുന്നവരുടെ എല്ലാം പുറത്തേക്ക് വീഴും, വലിയ ദുരന്തം ഉണ്ടാവുകയും ചെയ്യും. എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്, പലപ്പോഴും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ സാധാരണ ഒരാളുടെ താഴേക്ക് വീഴുമ്പോൾ ഈ രണ്ടുപേരും കൂടെ താഴേക്ക് വീഴുകയും അങ്ങനെ പുറകിൽ വരുന്നവരെല്ലാം കൂടെ ചെന്ന് വലിയൊരു അപകടത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ എസ്കലേറ്ററൊക്കെ യാത്ര ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രായമുള്ളവർ വളരെ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഒരു സൈഡിൽ പിടിച്ചുകൊണ്ട് മാത്രമേ, അതുകൊണ്ട് നാണക്കേടൊന്നുമില്ല, ഒരു സൈഡിൽ പിടിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു ഹിറ്റ് വന്നാൽ തന്നെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കത്തക്ക തരത്തിലുള്ള ഒരു സേഫ് സൈഡിൽ നിന്നുകൊണ്ട് മാത്രം നമ്മളെപ്പോഴും യാത്ര ചെയ്യാവും. വളരെ അലസമായിട്ട് പറ്റില്ല. അപ്പം എസ്കലേറ്റർ പോകുന്ന അതിൽ തന്നെ പടികൾ ചാടിക്കയറുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എസ്കലേറ്റർ അവിടം വരെ എത്താനുള്ള ഒരു 2-3 സെക്കൻഡ് പോലും അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് അതിൻ്റെ പടികൾ തന്നെ 2-3 പടികൾ ഒന്നിച്ച് ചാടിക്കയറുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പത്തിൻ്റെ ഒരു തിളപ്പാണതൊക്കെ. പക്ഷേ എപ്പോഴാണ് അപകടം സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ട, വളരെ ശ്രദ്ധിച്ച് സഞ്ചരിക്കേണ്ട ഒരു പാതയാണ് എസ്കലേറ്റർ എന്ന് സംശയമില്ല. ഇതൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനെയൊരു അപകട സാധ്യത പലപ്പോഴും പലരും ശ്രദ്ധിക്കാനുള്ള എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനിയും പ്രത്യേകിച്ച് പ്രായമുള്ളവർ, ഇപ്പം വൃദ്ധജനങ്ങളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു കോഷ്യസ് ആവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 30 വർഷം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 30 വർഷത്തോളം അദ്ദേഹം UK യിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഷോൾഡർ ആൻഡ് ഹാൻഡ് സർജറിയാണ്. മറ്റൊന്നും സർജറി ചെയ്യുന്നില്ല പുള്ളി. പ്രധാനമായിട്ടും പുള്ളിക്ക് എല്ലാ ഓർത്തോപെഡിക്സിൻ്റെ അത്യുന്നത സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ജ്ഞാനമുള്ള ആളാണ് അദ്ദേഹം. പക്ഷേങ്കിലും കൂടുതലും പുള്ളി ഫോക്കസ് ചെയ്യുന്നത് ഈ ഷോൾഡർ സർജറി. അതുകൊണ്ടാണ് പുള്ളിക്ക് അത് സ്പെസിഫിക്കായിട്ട് നമ്മുടെ ഒരു കാര്യം വന്നപ്പം വളരെ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ ഇത് ചെയ്യാൻ സാധിച്ചത്. എനിക്കൊന്ന് ഈ വളരെ വലിയ പബ്ലിസിറ്റിക്കൊന്നും പോകാത്ത വിഭാഗത്തിൽപ്പെട്ട ഒരു ഡോക്ടർ കൂടിയാണെന്ന് എനിക്ക് തോന്നിയത്. പുള്ളി ചില ആർട്ടിക്കിളൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരം എക്സ്പെർട്സിനെ, ഇത്തരം സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദരിക്കേണ്ടതാണ്. പൊതുജനങ്ങൾ അവരെ അംഗീകരിക്കേണ്ടതാണ്. അവർക്ക് കൂടുതലൊരു സ്പേസ് കൊടുക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഒരു വലിയ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി, അല്ലെങ്കിൽ ഒരു വലിയ ലൈംലൈറ്റ് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ പോലും അല്ല പുള്ളി ജോയിൻ ചെയ്തേക്കുന്നത് നടന്നു. പുള്ളിയുടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം സേവനമാണ് പുള്ളി പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. താൻ പഠിച്ചിട്ടുള്ള, താൻ ആർജിച്ചിട്ടുള്ള വിജ്ഞാനം അത് പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ, അത് മറ്റൊരാളുടെ വേദന അകറ്റാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് ഡോക്ടർ പ്രതാപ് കുമാറിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്.